ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ RRB ALP സൈക്കോ ടെസ്റ്റിൻ്റെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, CBT 1 ആൻഡ് CBT 2 ശേഷം നടക്കാൻ പോകുന്ന ഒരു ടെസ്റ്റാണ് CBAT എക്സാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ്. അതിപ്പോൾ RRB ALP ആയാലും RRB NTPC ആയാലും എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിലബസ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും ഓഫ്ലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും എല്ലാത്തിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരിതാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ എക്സാമും ഓരോ സെറ്റാണ്. ആ ഓരോ സെറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബാറ്ററി ടെസ്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ കോമൺലി ഈ സിലബസിൽ 6 ടൈപ്പ് ബാറ്ററിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ബാറ്ററി എന്ന് പറയുന്നത് മെമ്മറി ഫിഗർ ടെസ്റ്റ് ആണ്. ഇതിൽ കാണാം മെമ്മറി ഫിഗർ ടെസ്റ്റ്. ഈ മെമ്മറി ഫിഗർ ടെസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ബാറ്ററി തന്നെ, അതിൽ തന്നെ 5 ടൈപ്പ് മെമ്മറി ഫിഗർ ടെസ്റ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ബാറ്ററി എന്താണ്? മെമ്മറി ഫിഗർ ടെസ്റ്റാണ്. അതായത് ഫിഗറിനെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് അതിന് നമുക്ക് ഇത്ര ഫിക്സഡ് ഒരു ടൈം ഉണ്ടാവും. ചിലപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ 3 മിനിറ്റ്സ് ആയിരിക്കാം. ആ ഒരു ടൈം കൊണ്ട് ആ ഫിഗറിനെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് പിന്നീടുള്ള 3 മിനിറ്റിൽ നമ്മൾ മെമ്മറൈസ് ചെയ്ത ഫിഗർ വെച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് ബാറ്ററി എന്ന് പറയുന്നത് വാച്ച് ടേബിൾ ടെസ്റ്റ് ആണ്, ഇല്ലെങ്കിൽ ടേബിൾ ടെസ്റ്റ് ആണ്. അതായത് ഈ വാച്ച് ടേബിൾ ടെസ്റ്റ് തന്നെ 2 ടൈപ്പിലുണ്ട്. ഒന്ന് വാച്ച് ടേബിൾ ടെസ്റ്റ് ആണ്, അതായത് ഒരു ടേബിൾ തന്ന് അതിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് റോസ്, ഫിക്സഡ് നമ്പർ ഓഫ് കോളംസ് ഉണ്ടാവും. അതിൽ കുറച്ച് പർട്ടിക്കുലർ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. അതിനെ വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്ന് അതിനെ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് അനലൈസ് ചെയ്യുന്നത്, നമ്മുടെ ഒരു അനലിറ്റിക്കൽ സ്കില്ലാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്രിക്ക് ടെസ്റ്റ്, അല്ലെങ്കിൽ ഹിഡൻ ക്യൂബ് ഓർ ബ്ലോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ 2 രീതിയിലുണ്ട്. അതായത് ബ്രിക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള ഫിഗേഴ്സാണ് നമുക്ക് തരിക. അപ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് ഉണ്ട്, ഇല്ലെങ്കിൽ എത്ര ബ്രിക്സ് അല്ലെങ്കിൽ ഇത്ര ക്യൂബുകൾ നമുക്ക് ഹിഡൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഹിഡൻ ബ്ലോക്കുകൾ ഉണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ളതാണ് ബ്രിക്ക് ടെസ്റ്റ്. 4ാമത്തെ ടൈപ്പ് ബാറ്ററിയിലാണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ ഡിജിറ്റ് റിലേഷൻ, അല്ലെങ്കിൽ ഫൈൻഡ് 6 ടെസ്റ്റ്, അങ്ങനെയൊക്കെ. അതായത് ഡിജിറ്റ്സ്, നമുക്ക് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ സെയിം നമ്പർ തന്നെ അടുത്ത കോളത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു നമ്പറോ അല്ലെങ്കിൽ 2 നമ്പറോ നമുക്ക് തെറ്റിച്ചൊക്കെ തരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുന്ന ടൈപ്പൊക്കെയാണ്. അതിലും സെയിം ഫിഗർ ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഒരു ഫിഗർ തന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് 4-5 ഫിഗർ അതിൻ്റെ റൈറ്റ് സൈഡിൽ തരുന്നു. ഇതിൽ ഏതാണ് ഒറിജിനൽ ഫിഗർ എന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ 4ാമത്തെ ടൈപ്പ് ബാറ്ററിയിൽ വരുന്നതാണ്. 5ാമത്തേത് സിമിലാരിറ്റി ടെസ്റ്റ്, അതുപോലെ ഫിഗർ പ്ലേസ് ഓർഡർ മാച്ചിങ് ടെസ്റ്റ്. ഇതും ഒരു ടൈപ്പ് ബാറ്ററിയാണ്. ലാസ്റ്റ് വണ് മെക്കാനിക്കൽ കോംപ്രഹെൻഷൻ ടെസ്റ്റ് ആണ്. ഇതിൽ സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് ആണ്. മെക്കാനിക്കൽ കോംപ്രഹെൻഷൻ ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് സിലബസിലുള്ളത്. അപ്പോൾ 6 ടൈപ്പ് ബാറ്ററി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോ ബാറ്ററിയിലും ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. മെമ്മറി ഫിഗർ ടെസ്റ്റ് തന്നെ 4-5 ടൈപ്പ് ഉണ്ട്. വാച്ച് ടേബിൾ ടെസ്റ്റ് 2 ടൈപ്പ് ഉണ്ട്. ബ്രിക്ക് ടെസ്റ്റ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ യെസ് ഓർ നോ ടൈപ്പ് 4ാമത്തെ ബാറ്ററിയിൽ 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബാറ്ററീസ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു റഫ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും പുതിയ വീഡിയോസ് ഫോളോ ചെയ്യുക, പുതിയ വീഡിയോസ് കാണാം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത്, എങ്ങനെ നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈസിയായിട്ട് ക്ലിയർ ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും മൊത്തം വീഡിയോസ് നിങ്ങൾ കാണാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.